ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഞാൻ 2 വട്ടം ഉണ്ടാക്കിയിട്ട് അടിപൊളിയാണെന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിത് പ്രസൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ജസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണയിൽ മഞ്ഞപ്പൊടി, ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് ചെമ്മീൻ വറുക്കണതാണ് ഈ കാണിക്കണത്. വേഗം വേകുന്ന സാധനം ആയതുകൊണ്ട് കുറച്ച് നേരം ഇട്ടിട്ടുള്ളൂ. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ വറുത്ത വെളിച്ചെണ്ണയിലേക്കാണ് ഞാൻ സബോള ഇടുന്നത്. സബോള നന്നായിട്ട് വാട്ടുന്നുണ്ട്. ചിലതൊന്നും വിട്ട് പോന്നിട്ടുണ്ടായിരുന്നില്ല അരിഞ്ഞപ്പോൾ, അതാണ് ഞാൻ ഇട്ടിട്ട് ഇങ്ങനെ കുത്തുന്നത് കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ സബോള ഇട്ടേക്കുന്നത്. സബോള നന്നായിട്ട് വാടാനായിട്ട് എത്ര മിനിറ്റ് പിടിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നന്നായിട്ട് വാട്ടി വരുന്ന വരെ ഞാൻ കുറച്ച് നേരം മൂടിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടു. മറ്റ് ചെമ്മീനിലേക്ക് വറുക്കുന്നതിൽ ഉപ്പിട്ട കാരണമെങ്കിൽ ഞാൻ കുറച്ച് ഉപ്പിടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് ഉപ്പിട്ടിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ കുറച്ച് നേരം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂടി വെച്ചത് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല. സബോള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുളക് പൊടി കുറച്ച് താഴെ പോയിട്ടാണ്, 1 സ്പൂൺ ഫുള്ളും ഇല്ല, അതിനേലും കുറച്ച് മുളക് പൊടി ഇട്ടേക്കണം. കാരണം ഞങ്ങളുടെ ഇവിടുത്തെ മുളക് പൊടിക്ക് നല്ല എരിവുള്ളത് കൊണ്ടാട്ടോ ഞാൻ ഇത്രയും കുറവിടുന്നത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ 1 സ്പൂണോ അതിലോ നമ്മൾ ചെമ്മീൻ വറുത്തതിലേക്ക് മുളക് പൊടി ഇട്ട കാരണമാണ് കേട്ടോ ഇത് കുറച്ചിട്ടത്. പിന്നെ മല്ലിപ്പൊടി ഞാൻ ഇട്ടായിരുന്നു, അത് കാണിക്കാൻ മറന്നു പോയിട്ടോ, അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. അതിലേക്ക് കുറച്ച് സോസ്, തക്കാളിക്ക് പകരം ഞാൻ സോസാണ് എടുക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് വേപ്പിലയും ഇട്ടിട്ട് ഇളക്കിയിട്ട് നമ്മൾ വറുത്ത് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇടാണ് കേട്ടോ ചെയ്തത്. മല്ലിയുടെ ഇലയില്ലാത്ത കാരണം തണ്ടാട്ടോ ഞാൻ ഇട്ടത്. എന്നിട്ട് അതിൽ വേപ്പില ഇട്ടിട്ട് നമ്മളത് വറുത്ത ചെമ്മീൻ വെച്ചിട്ട് കുറച്ച് നേരം മൂടി വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. വേപ്പില ഞാൻ കുറേ ഇട്ടായിരുന്നു, എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇടുന്നത്, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്ത് നല്ല ടേസ്റ്റ് കേട്ടോ.